നമസ്കാരം. ചെണ്ടുമല്ലി കൃഷിയുടെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും നമ്മൾ പാകിയ വിത്തിൽ എത്ര വിത്ത് മുളച്ചു എന്നതും അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും അല്ലേ. വിത്ത് എത്ര മുളച്ചെന്ന് കാണിച്ചു തരാം. ഇതിലിപ്പം 1 2 3 4 5 6 7 98 വിത്തിട്ടതിൽ 7 എണ്ണം മുളച്ചിട്ടില്ല. 7 എണ്ണേ മുളയ്ക്കാതെ ഉള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും നല്ല വിത്ത് പാകണം. നല്ല ബ്രാൻഡിൻ്റെ നല്ല വിത്ത് പാകണം. അപ്പം വിത്ത് ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ടാക്കിയാൽ ജെർമിനേഷൻ കൂടും. നമുക്ക് 7 എണ്ണേ മുളയ്ക്കാതെ ഒന്നുള്ളൂ. അതായത് 91 വിത്ത് മുളച്ച്, 90% മുകളിൽ വിത്ത് മുളച്ച്. 1966 നമ്മുടെ രാജ്യത്തെ സീഡ് ആക്ട് പ്രകാരം പച്ചക്കറി വിത്തുകൾ 60% മുതൽ 70% വരെ മുളച്ചാൽ മതി. ഇതുമൊക്കെ അതിൽ അത്രയും മതി, 70% മതി ചെണ്ടുമല്ലിയെ. പിന്നെ നെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് 80 മുകളിൽ പോവും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല വിത്ത് വാങ്ങി മുളപ്പിക്കുക. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇന്ന് 10 ദിവസമായി വിത്ത് പാകിയിട്ട്. 10 ദിവസമായി പുതിയ ഇലകൾ വന്നു. അത് കാണിച്ചു തരാം. പുതിയ ഇലകൾ വന്നു. നമ്മളിപ്പോൾ ചെടികൾ നന്നായി കരുത്തോടു കൂടി വളരാൻ വേണ്ടി 19-19-19 സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് വളക്കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ കിട്ടുന്ന വളമാണ്. നമ്മൾ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എടുത്തു. ഇത് നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്യണം 10-ാം ദിവസമേ. ഒന്ന് തളിച്ച് പോയാൽ മതി. ഒരുപാട് വാരിക്കോരി ഒഴുകിയൊന്നും വേണ്ട. ഇനിയിപ്പം തൈകൾ നല്ല കരുത്തോടു കൂടി വളരും. ഓക്കെ. അപ്പോൾ ഇതിനൊപ്പം കർഷകരുടെ കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടി കൂടി തരാം. അപ്പോൾ സന്തോഷ് MB ചോദിച്ചിട്ടുള്ള ജൈവവളം എന്തൊക്കെ കൂടിയതാണ്. ജൈവവളം എന്ന് വെച്ചാൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ആണ് ജൈവവളം എന്ന് പറയുന്നത്. അത് കമ്പോസ്റ്റ് ആക്കിയതുകൊണ്ട് ആക്കാത്തതും ഉണ്ടാകും. കമ്പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താലോ മണ്ണിരയുടെ പ്രവർത്തനത്താലോ ഒക്കെ പൊടിഞ്ഞു ചേരുന്നതിനാണ് നമ്മൾ കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പച്ചില ജൈവവളമാണ്. പച്ചില അഴുകുമ്പോൾ കമ്പോസ്റ്റായിട്ട് മാറിക്കോളും. അങ്ങനെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ആണ് ജൈവവളം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ചിലവ് കുറഞ്ഞ് കിട്ടുന്നത് എന്തും നമുക്ക് ഉപയോഗിക്കാം. ജൈവവളം നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്നത് പ്രധാനമായിട്ടും സസ്യങ്ങൾക്ക് കിട്ടേണ്ട ചെറിയ കുറച്ച് മൂലകങ്ങളുണ്ട്. അത് കിട്ടാൻ വേണ്ടിയും മണ്ണിന് മുകളിൽ പച്ചിലയൊക്കെ നമ്മൾ ഇടുന്നത് ഒരു ആവരണമായി കിടക്കുകയും കളകളുടെ വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ സൂര്യപ്രകാശം മണ്ണിൽ തട്ടിയാലേ ചെടികൾ വളരും. പക്ഷേ നമ്മൾ ഈ മണ്ണിന് മുകളിലൊരു ചെടിയുടെ നമ്മുടെ തൈയുടെ ചോട്ടിൽ പച്ചില ഉണങ്ങിയ ഇലയും പിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു മൾച്ചിങ് ആയിട്ട് അത് പ്രവർത്തിക്കും. ഒരു മൾച്ചിങ് ആയിട്ട് പ്രവർത്തിക്കുകയും മറ്റ് കളകൾ വളരില്ല. പിന്നെ ഈ ജൈവവളങ്ങൾ മണ്ണിൽ അഴുകി ചേരുമ്പോഴാണ് സസ്യങ്ങൾക്ക് ആവശ്യമായ വേരിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഹ്യൂമിക് ആസിഡ് ഉണ്ടാകുന്നത്. ഹ്യൂമിക് ആസിഡ്, ഫൾബിക് ആസിഡ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതായത് ഒരു സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങൾ ആദ്യം കമ്പോസ്റ്റായി മാറും. കമ്പോസ്റ്റ് കുറച്ച് ആ ജൈവ വസ്തുവിൻ്റെ വിഘടിക്കുന്ന സമയം അനുസരിച്ചിട്ട് കമ്പോസ്റ്റ് കഴിഞ്ഞാൽ ഹ്യൂമസായി മാറും. ഹ്യൂമസ് എന്ന് വെച്ചാൽ പൊന്നാണ്, കറുത്ത നിറത്തിൽ. കമ്പോസ്റ്റിൻ്റെ അടുത്ത രൂപമാണ് ഹ്യൂമസ്. ഹ്യൂമസിൽ നിന്നാണ് ഹ്യൂമിക് ആസിഡും ഫൾബിക് ആസിഡും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റും ജൈവവളമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ജൈവവസ്തുക്കൾ ചേർത്ത് കൊടുക്കുക. ചിലവ് കുറച്ച് കിട്ടുന്നത് എന്താണോ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചാണകമൊക്കെ ഉണക്ക ചാണകത്തിനേക്കാൾ നല്ല പച്ച ചാണകമാണ്. ഉണക്ക ചാണകത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഈ മൂലകങ്ങളെല്ലാം ആവിയായിട്ട് നഷ്ടപ്പെടും. മൂലകങ്ങളും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ജൈവവളത്തിൽ എന്ത് മൂലകം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റും. പിന്നെ നമുക്കൊരു ഏകദേശം ഐഡിയ എന്ന് വെച്ചാൽ സാധാരണ കമ്പോസ്റ്റ് ഇലകളിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ ഒരളവുണ്ടാകും. പക്ഷേ അതിലിപ്പോൾ പൊട്ടാസ്യം കൂടുതൽ വേണമെങ്കിൽ ചെയ്യേണ്ടത് വാഴയുടെ തട, പിന്നെ ഈ വാഴ കായ വെട്ടി മാറ്റിയിട്ട് വരുന്ന ബാക്കി ഭാഗങ്ങളില്ലേ,
ഇവയെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിൽ പൊട്ടാസ്യത്തിന് അളവ് കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്ന വസ്തുക്കൾ അനുസരിച്ചിട്ട് ആ ജൈവവളത്തിലുള്ള മൂലകങ്ങൾ കൂടിയും കുറഞ്ഞും വരും. അപ്പോൾ ചുറ്റുമുള്ള ചിലവ് കുറഞ്ഞ എന്ത് ജൈവ വസ്തുവാണോ നിങ്ങൾക്ക് ചെടിയുടെ ചോട്ടി ഇട്ട് കൊടുക്കാൻ കഴിയുന്നത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ കോഴിക്കാഷ്ടമൊക്കെ ആണെങ്കിൽ ആട്ടിൻകാഷ്ടമൊക്കെ ആണെങ്കിൽ അമിതമായിട്ട് ചൂടുണ്ടാവും സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കുമ്പോഴേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ വെയിലും മഴയും കൊള്ളാത്ത ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് പുട്ടിന് മാവ് കുഴയ്ക്കുന്ന നനവ് കൊടുത്തിട്ട് കൂട്ടിയിടുക. അത് 2 ആഴ്ച കൊണ്ട് കമ്പോസ്റ്റായിട്ട് മാറും. ഓക്കെ, എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുക. അപ്പോൾ കമ്പോസ്റ്റായി മാറിയാലാണ് സസ്യങ്ങൾക്ക് പെട്ടെന്ന് അതിലുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കമ്പോസ്റ്റാക്കി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ജൈവവളം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പച്ചച്ചാണകമാവാം, ആട്ടുംകാട്ടമാവാം, പച്ചിലയാവാം, ഉണങ്ങിയ ഇലയാവാം, കോഴിക്കാഷ്ടമാവാം, പിന്നെ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ടാകാം. നല്ല വളമാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ്. ചകിരിച്ചോറും യൂറിയയും പ്ലൂറോട്ടസ് എന്ന് പറഞ്ഞൊരു കുമിളും. യൂറിയ നമ്മൾ ഇടുന്നത് കമ്പോസ്റ്റിൽ നടക്കുമ്പോഴത്തേക്ക് നൈട്രജൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ നൈട്രജൻ കിട്ടിയാൽ വേഗത്തിൽ കമ്പോസ്റ്റിങ് നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ യൂറിയ ചേർക്കുന്നത്. ഓക്കെ, അതായത് ചകിരിച്ചോറിലുള്ളത് ലിഗ്നിൻ എന്ന് പറഞ്ഞിട്ട് കട്ടിയുള്ളൊരു കണ്ടൻറ്റാണ്. ഈ കണ്ടൻറ്റ് വിഘടിച്ച് വരാൻ ഒരുപാട് സമയമെടുക്കും. അത് പെട്ടെന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്ലൂറോട്ടസ് എന്ന കുമിളും ഈ യൂറിയ ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ചിലവ് കുറഞ്ഞ് കിട്ടുന്ന എന്ത് സാധനമുണ്ടോ അതൊക്കെ നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാം. അതിൽ ചോദിച്ചിട്ടുള്ളത് നല്ലതുപോലെ വേരുണ്ടാകാൻ എന്ത് ചെയ്യണം? നല്ലതുപോലെ വേരുണ്ടാകാൻ നല്ല ഇളക്കമുള്ള മണ്ണ് ഉപയോഗിക്കുക. മണ്ണിളക്കുക, മണൽ ഈ ഗ്രോ ബാഗിലൊക്കെ ചെയ്യണമെങ്കിൽ 1:1:1 അനുപാതത്തിൽ മണൽ ജൈവവളങ്ങൾ ചേർത്ത് നടുക. ഹ്യൂമിക് ആസിഡ് 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോഴത്തേക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കുക. ഫാക്ടംഫോസ് ഫോസ്ഫറസ് വളമാണ്. ദീർഘകാല വിളകളാണെങ്കിൽ എല്ലുപൊടി, ഈ പച്ചക്കറിക്കാണെങ്കിൽ ഫാക്ടംഫോസിലുണ്ട്. ഇങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുക. ഈ ഹ്യൂമിക് ആസിഡ് വലിയ സംഭവമാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് വേര് വളർച്ചയുണ്ടാവും. ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ മണ്ണിൻ്റെ വേരോട്ടത്തിനും നന്നായിട്ട് വേരുണ്ടാവാനും ആവശ്യമാണ്. സുധീർ ചോദിച്ചിട്ടുള്ളത് തണ്ണിമത്തന് ഏറ്റവും മധുരമുള്ള ഇനം ഏതാണ്? തണ്ണിമത്തൻ എല്ലാം മധുരമുള്ള ഇനമാണ്. പക്ഷെ നമ്മൾ അതിന് കൃത്യമായിട്ട് മൂലകങ്ങൾ, പരിചരണ മുറകൾ ഒക്കെ കൊടുത്താൽ നല്ല മധുരം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ ഈ മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ, മോളിബിഡിനം ഇതൊക്കെയുള്ള മൂലകങ്ങൾ, ഈ ചെറിയ ചെറിയ മൂലകങ്ങൾ കിട്ടേണ്ടതുണ്ട്. ആ മൂലകങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാൽ നല്ല മധുരം ഉണ്ടാവും. അതിന് നമ്മളൊരു 10-12 ദിവസം കൂടുമ്പോഴത്തേക്ക് കാർഷിക സർവകലാശാലയുടെ സമ്പൂർണ്ണ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകൾ തെളിക്കാം. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വളക്കടകളിൽ പ്രൈവറ്റ് കമ്പനികളുടെ സൂക്ഷ്മ മൂലക കൂട്ടുണ്ട്. അതിൽ നോക്കിയാൽ മതി എന്തൊക്കെ വേണം. മഗ്നീഷ്യം വേണം, സിങ്ക് വേണം, അയൺ വേണം, കോപ്പർ വേണം, മോളിബിഡിനം വേണം. ഇങ്ങനെയുള്ള കുറച്ച് മൂലകങ്ങൾ വേണം. ഇതെല്ലാം ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. പിന്നെ കാൽസ്യം കൊടുക്കണം. കാൽസ്യത്തിന് കുമ്മായം കൊടുക്കാം, അല്ലെങ്കിൽ ഡോളമൈറ്റ് കൊടുക്കാം. സെൻറ്റിലേക്ക് 1 കിലോ കുമ്മായം അല്ലെങ്കിൽ 1.5 കിലോ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല മധുരം ഉണ്ടാകും. പിന്നെ കൃത്യമായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം കൊടുക്കണം. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ കണ്ടില്ലേ തണ്ണിമത്തൻ പൊട്ടിപ്പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, അത് പലരും പറയുന്നത് എന്തോ കുത്തിവെച്ചിട്ടൊന്നുമല്ല. അത് നൈട്രജൻ്റെ വളം കൂടിപ്പോയിട്ടാണ്. ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഒരു കൃത്യമായ അളവിലേ കൊടുക്കാവൂ. ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയാലേ ഒന്ന് കുറഞ്ഞു പോയാലേ അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഓരോ പ്രായത്തിൽ കൊടുക്കേണ്ട മൂലകങ്ങൾ കൃത്യമായിട്ട് തന്നെ കിട്ടണം. അതാണ് നമ്മൾ ഈ വീഡിയോകളിൽ കൂടി നിങ്ങളെ പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, 100 ഗ്രോ ബാഗിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ എത്ര ചിലവാകും? വിത്തിനിപ്പോൾ ഒരു 3 രൂപ വെച്ച കണക്ക് കൂട്ടിയാൽ 300 രൂപ. പിന്നെ ട്രേ എത്ര ചെറിയ 10-15 രൂപ ട്രേക്ക് ആവും. പിന്നെ ഒരു 20 ചകിരിച്ചോറ് മണ്ണിൻ്റെ കമ്പോസ്റ്റും കൂടെ ഒരു 20 രൂപ കൂട്ടിക്കോളൂ. ഇത്രയൊക്കെ മതി. പിന്നെ മണ്ണ് വീട്ടിലുണ്ടാവുമല്ലോ, മണ്ണും എന്തെങ്കിലും ജൈവവളം, ചിലവ് കുറഞ്ഞ ജൈവവളം കൂടെ നിറയ്ക്കുക. എത്രയുള്ള ചിലവേ വരും. പിന്നെ നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വളങ്ങൾ കൊടുക്കണം. ആ വളങ്ങൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ അളവിൽ കൊടുക്കണമെന്നുള്ളത് നമ്മൾ ഈ സീരീസിൽ പറയുന്നുണ്ട്. ഓക്കെ, അത്ര ചിലവ് വരും. പക്ഷേ ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പൂവായി തുടങ്ങിയാൽ വിത്തിട്ടൊരു 60-70 ദിവസം ആകുമ്പോഴത്തേക്ക് പൂവായി തുടങ്ങും. പൂവായി തുടങ്ങിയാൽ നമുക്ക് ഓണത്തിന് 10 ദിവസമേ നന്നായിട്ട് വിൽപ്പന നടത്താൻ സാധിക്കും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കടകളോ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടാകുന്ന നോക്കുക. എന്നിട്ട് അവിടുത്തെ ഓട്ടം കൊണ്ട് എടുത്തിട്ടേ തുടങ്ങാവൂ. ഇല്ലെങ്കിൽ നമുക്ക് പൂത്ത് തുടങ്ങി ഒരു 1-1.5 മാസത്തേക്ക് പൂ കിട്ടും. ഒരു 3-4 കിലോ പൂവൊക്കെ കിട്ടും ഒരു ചെടിയിൽ നിന്ന്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമുക്കൊരു ചെടിയിൽ നിന്ന് ഒരു 1/2 കിലോ പൂവേ കിട്ടും. ഇപ്പോൾ 100 ചെണ്ടുമല്ലി ചെയ്താൽ 1/2 കിലോ വെച്ചിട്ട് 50 കിലോ നമുക്ക് ആ 10 ദിവസം വിൽക്കാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ഒരു 3 കിലോ കൂട്ടി നോക്കിയേ, 300 കിലോ ആയി. 300 കിലോ പൂ വിൽക്കാനുള്ള 1.5 മാസം കൊണ്ട് വിൽക്കാനുള്ള മറ്റെന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തണം.